വാനിൽ ഉയർന്നത് ആവേശം മാത്രമല്ല, സ്ഥാനാർത്ഥികളുമാണ്. ഒഴുകിയെത്തിയത് പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, പൊതുജനങ്ങളുമാണ്. 20 മണ്ഡലങ്ങളിലും 20 വൻ പൂരങ്ങൾ. പിന്നെ ഓരോ ചെറുനഗരങ്ങളിലും കൊച്ചു കൊച്ചു ഘടകപൂരങ്ങൾ. തൃശ്ശൂർ പൂരം കഴിഞ്ഞ് ആഴ്ചയൊന്ന് തികയും മുൻപ് നാടാകെ പൂരമൊരുക്കുകയായിരുന്നു കൊട്ടിക്കലാശങ്ങൾ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് കേരളത്തിൽ മാത്രമുള്ള കൊട്ടിക്കലാശം എന്ന കലാരൂപം ഇത്തവണ വ്യത്യസ്തതകൾ കൊണ്ടും ശ്രദ്ധേയമായി. ആ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യയുടെ ആഗോള പൗരൻ ആ വേഷവിധാനങ്ങളെല്ലാം അഴിച്ചുവെച്ച് സാധാരണക്കാരുടെ ആവേശങ്ങളുടെ ഭാഗമായ നിമിഷം. തൊട്ടടുത്ത് അതിലേറെ ഉയരത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ഗരിമ. ചെങ്കിരീടമണിഞ്ഞ് പന്ന്യൻ രവീന്ദ്രൻ പഴയ രാജവീഥികളിൽ പഴയ തൊഴിലാളി നേതാവിന്റെ ഗാംഭീര്യത്തോടെയുള്ള പോക്കാണ്. ആറ്റിങ്ങൽ ശരിക്കും കലങ്ങി മറഞ്ഞു തന്നെ കിടക്കുകയാണ്. കൊട്ടിക്കലാശിക്കാൻ വന്നുകൂടിയ 3 കൂട്ടരും തുല്യശക്തിയിൽ, തുല്യ ആവേശത്തിൽ. കൊല്ലത്തൊന്നും ഏകപക്ഷീയമല്ല. അതൊരിക്കൽ കൂടി അരക്കിട്ടുറപ്പിച്ചു രാഷ്ട്രീയ താരവും താരരാഷ്ട്രീയക്കാരും പങ്കെടുത്ത കൊട്ടിക്കലാശം. ഈസി വാക്ക് ഓവറിൽ നിന്ന് ടൈറ്റ് ഫൈറ്റിലേക്കുള്ള പോക്ക് മാവേലിക്കരയുടെ ഓരോ ശ്വാസത്തിലുമുണ്ട്. ധനതത്വശാസ്ത്രം പഠിപ്പിക്കുന്ന കണക്കുകൾക്കപ്പുറമായിരുന്നു പത്തനംതിട്ടയുടെ കലാശം. അത് 5ാം കാലത്തിനുമപ്പുറം പുതിയ ഗണിതങ്ങൾ തീർത്തു. നമ്മൾ എത്തിക്കഴിഞ്ഞു കനലെരിയുന്ന ആലപ്പുഴയിൽ. കോട്ടയത്ത് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. ശരിക്കും ഇതിലാരാണ് UDF എന്ന് ചിലരെങ്കിലും സംശയിക്കും. ഹൈറേഞ്ചിലെ കാര്യം ഒന്നും പറയണ്ട, പൊളിയെന്നല്ലാതെ എന്ത് വിളിക്കാൻ. എറണാകുളം അത്ര ശാന്തമൊന്നുമല്ല കേട്ടോ, നല്ല അടിയിളക്കമുള്ള കായലാണ്. ചാലക്കുടിയിൽ വരുന്നവരും പോകുന്നവരുമൊക്കെ രാഷ്ട്രീയ ക്ലാസ് എടുക്കുന്നുണ്ട്. തീരുമാനമാകാൻ സമയമെടുക്കുമായിരിക്കും. പൂരം കൈവിട്ടു പോയ തൃശൂരിൽ 3 പാർട്ടിയെയും 3 തുറങ്കലിലാക്കി പോലീസ് മുട്ടുവിറച്ചു നിൽപ്പായിരുന്നു. ആലത്തൂരിൽ പാട്ടുമുണ്ടായിരുന്നു, ആട്ടവും. പാലക്കാട് കോട്ട കെട്ടിയ പോലെ ഒറ്റ നിൽപ്പാണ്. എന്താണാവോ ഉള്ളിൽ? പൊന്നാനിയിൽ തകർത്തുവാരുകയായിരുന്നു സമസ്ത ജാതിമത വിഭാഗങ്ങളിലും പെട്ടവർ ഒന്നു ചേർന്ന്. മലപ്പുറത്ത് മാത്രം പോലീസ് വിചാരിച്ചിട്ടും കാര്യങ്ങൾ കയ്യിൽ നിന്നില്ല. അവിടെ ആവേശം തല്ലുമഴയായി. കോഴിക്കോട്ടെ കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലായോ? മൊത്തം ഗൗരവമുള്ള രാഷ്ട്രീയമാണ്. അത് പതുക്കെ തെളിയൂ. ഇനി ശബ്ദമുണ്ടാക്കാതെ പോയി നോക്കാം.
സ്ഥലം വടകരയാണ്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് വല്ല പിടിയുമുണ്ടോ? ദേ വയനാട്, അവിടെ ഏതൊക്കെ കൊടി പാറുന്നുണ്ടെന്ന് ഒന്ന് നോക്കിയിട്ട് പോയേക്കാം. എന്റെ അമ്മോ എന്ന് വിളിച്ചു പോകും. ഇത് കണ്ണൂരാണ്, വേറൊന്നും പറയാനില്ല, കണ്ട് തീരുമാനിക്കാം. ദേ അത്യുത്തര കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനിയില്ലല്ലോ ആർക്കും സംശയം. 20 റിപ്പോർട്ടർമാർക്കൊപ്പം ഇലക്ഷൻ ഡെസ്ക് 24. അതുകൊള്ള അപ്പോൾ 20 മണ്ഡലങ്ങളിലെയും കലാശക്കൊട്ടിന്റെ ഏതാണ്ട് രൂപം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, വൈകി എത്തിയ പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. 20 മണ്ഡലങ്ങളിലും നടന്ന പ്രധാനപ്പെട്ട കലാശക്കൊട്ടിന്റെ വിവരങ്ങളാണ്. ചെറുപൂരങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ ഘടകപൂരങ്ങൾ വേറെയും ഉണ്ടായിരുന്നു, ബാക്കി അതും അങ്ങനെ തുടരുന്നു. അപ്പോൾ നമ്മൾ നടത്തിയതുപോലെ തോന്നുന്നു. അതെ. അപ്പോൾ